Hello everyone, welcome to Codebox. We'll be starting off with machine learning today. So നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് what is machine learning, steps in machine learning, K9 algorithm and K9 algorithm ഒരു example. So without further ado നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് കിടക്കാം. Share and subscribe and hit the notification bell to get notified when a new video goes live. So to begin with, നമുക്ക് നോക്കാം എന്താണ് machine learning. Machine learning is concerned with the development of computer algorithms that turn data into intelligent actions. അതായത് നമ്മളിപ്പോൾ ഒരു ഡേറ്റ കൊടുത്തു കഴിഞ്ഞാൽ ആ ഡേറ്റ അനുസരിച്ച് അതിൻ്റെ ആക്ഷനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് machine learning. Machine learning is a process that powers many of the services we use today, like recommendation systems like those on Netflix, YouTube and Spotify, search engines like Google and Baidu, social media feeds like Facebook and Twitter, voice assistants like Siri and Alexa, and the list goes on. In all of these instances, each platform is collecting as much as data about you as possible, like what genres you are watching, what links you are clicking, which statuses you might be reacting to, and using machine learning to make a highly educated guess about what you might do next. So നമ്മുടെ current actions വെച്ചിട്ട് നമ്മുടെ ഫ്യൂച്ചറിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന ആക്ഷൻസിനെ പ്രെഡിക്റ്റ് ചെയ്യുന്നതാണ് ഒരു മെഷീൻ ലേണിംഗ് അൽഗോരിതം. എക്സാമ്പിൾ, നമ്മൾ എല്ലാവരും യൂട്യൂബ് യൂസ് ചെയ്യുന്നു. ഇപ്പോൾ യൂട്യൂബിനകത്ത് നമ്മളിപ്പോൾ അറ്റ് എ സ്ട്രെച്ച് ന്യൂസ് വീഡിയോസ് ആണ് കാണുന്നതെങ്കിൽ നെക്സ്റ്റ് ഡേ നമുക്ക് നമ്മുടെ പേജിൽ സജഷൻ വന്നിരിക്കുന്നത് ന്യൂസ് വീഡിയോസിൻ്റെ തന്നെ ആയിരിക്കും. അപ്പോൾ ഇതാണ് ഒരു മെഷീൻ ലേണിംഗ് അൽഗോരിതം. ട്രഡീഷണൽ പ്രോഗ്രാം എന്ന് പറയുന്നത് നമ്മൾ ഡേറ്റവും പ്രോഗ്രാമും കമ്പ്യൂട്ടറിലോട്ട് ഫീഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഔട്ട്പുട്ട് കിട്ടും. പക്ഷേ ഒരു മെഷീൻ ലേണിംഗ് അൽഗോരിതത്തിൽ നമ്മൾ ഡാറ്റവും ഔട്ട്പുട്ടും ഒരു കമ്പ്യൂട്ടറിലോട്ട് ഫീഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതനുസരിച്ചുള്ള പ്രോഗ്രാം കിട്ടും. അടുത്തത് കമ്പോണൻസ് ഓഫ് ലേണിംഗ് പ്രോസസ്സ്. അതിൽ നമുക്ക് 4 കമ്പോണൻ്റ് ഉണ്ട്. അതായത് ഡേറ്റ സ്റ്റോറേജ്, അബ്സ്ട്രാക്ഷൻ, ജനറലൈസേഷൻ, ഇവാലുവേഷൻ. Data storage utilizes observation, memory and recall to provide a factual basis for further reasoning. അതായത് എല്ലാ ലേണിംഗിൻ്റെയും ഒരു ഫൗണ്ടേഷൻ ആണ് ഡേറ്റ സ്റ്റോറേജ്. ഈ ഡേറ്റ സ്റ്റോറേജ് എന്ത് ഫോമിൽ വേണമെങ്കിലും ആകാം. ഹാർഡ് ഡിസ്ക് ആകാം, ക്ലൗഡ് ആകാം, പെൻഡ്രൈവ്സ് ആകാം. സെക്കൻഡ് ഇസ് അബ്സ്ട്രാക്ഷൻ. അബ്സ്ട്രാക്ഷൻ മീൻസ് ട്രാൻസ്ലേഷൻ ഓഫ് സ്റ്റോർഡ് ഡേറ്റ ഇൻ ടു ബ്രോഡർ റെപ്രസെൻറ്റേഷൻസ് ആൻഡ് കോൺസെപ്റ്റ്സ്. അതായത് അബ്സ്ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ റോ ഡേറ്റാന് മീനിങ്ഫുൾ ഡേറ്റ ആക്കുന്നതാണ് അബ്സ്ട്രാക്ഷൻ. അടുത്താണ് ജനറലൈസേഷൻ. ജനറലൈസേഷൻ മീൻസ് യൂസ് ദ അബ്സ്ട്രാക്റ്റഡ് ഡേറ്റ ടു ക്രിയേറ്റ് നോളജ് ആൻഡ് ഇൻഫറൻസസ് ദാറ്റ് ഡ്രൈവ് ആക്ഷൻ. ദാറ്റ് ഇസ് ബേസിക്കലി ജനറലൈസേഷൻ മീൻസ് കൺവേർട്ടിംഗ് ദ അബ്സ്ട്രാക്ട് നോളജ് ഇൻ ടു എ ഫോം that can be utilized for further action. And last is evaluation. Evaluation provides a feedback to make improvements. ഇപ്പോൾ ഇവാലുവേഷൻ എന്ന് പറയുന്നത് നമ്മുടെ മോഡലിൻ്റെ ഫീഡ്ബാക്ക്, അതായത് നമ്മുടെ മോഡൽ ഇപ്പോൾ പ്രെഡിക്റ്റ് ചെയ്തിരിക്കുന്നത് സക്സസ് ആണോ ഫെയിലിയർ ആണോ എന്ന്. ആൻഡ് അതിൻ്റെ ബേസിസിൽ നമുക്ക് ആ മോഡലിൽ ഫർദർ ഇംപ്രൂവ്മെൻറ്റ്സ് വരുത്താം. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് സ്റ്റെപ്സ് ഓഫ് മെഷീൻ ലേണിംഗ്. അപ്പോൾ നമുക്ക് 5 സ്റ്റെപ്സ് ഓഫ് മെഷീൻ ലേണിംഗ് ആണ് ഉള്ളത്. ഫസ്റ്റ് ആണ് ഡേറ്റ കളക്ഷൻ. The data collection step involves gathering the learning material an algorithm will use to generate actionable knowledge. The data may have to combine into a single source like a text file, spreadsheet or a database. ഒരു അൽഗോരിതത്തിന് എഫിഷ്യൻ്റ് ആയിട്ട് ഫങ്ഷൻ ചെയ്യണമെങ്കിൽ അതിനനുസരിച്ചുള്ള ഡേറ്റ വേണം. ഈ ഡേറ്റ ഉണ്ടെങ്കിൽ മാത്രമേ ആ ഡേറ്റ പ്രോസസ്സ് ചെയ്തിട്ട് നമുക്ക് കറക്റ്റായിട്ട് നെക്സ്റ്റ് ഔട്ട്പുട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അതിന് ഡേറ്റ കളക്ഷൻ എന്ന് പറയുന്നതാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള സ്റ്റെപ്പ്. നെക്സ്റ്റ് സ്റ്റെപ്പ് ഇസ് ഡേറ്റ എക്സ്പ്ലോറേഷൻ ആൻഡ് പ്രിപ്പറേഷൻ. ദിസ് സ്റ്റെപ്പ് ഇൻവോൾവ്സ് ലേണിംഗ് മോർ അബൌട്ട് ദ ഡേറ്റ ടു പ്രിപ്പയർ ദ സെയിം ഫോർ ദ ലേണിംഗ് പ്രോസസ്. ഇറ്റ് ഇൻവോൾവ്സ് ഫിക്സിംഗ് ഓർ ക്ലീനിങ് സോ കോൾഡ് മെസ്സി ഡേറ്റ, എലിമിനേറ്റിംഗ് അൺനെസസറി ഡേറ്റ ആൻഡ് റെക്കോർഡിംഗ് ദ ഡേറ്റ ടു കൺഫേം ടു ദ ലേണേഴ്സ് എക്സ്പെക്റ്റഡ് ഇൻപുട്സ്. അപ്പോൾ ഡേറ്റ എക്സ്പ്ലോറേഷൻ ആൻഡ് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഡേറ്റ കളക്ട് ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമുള്ള ഡേറ്റ ഉണ്ടാവും, അല്ലാതെ നമുക്ക് ആവശ്യമില്ലാത്ത ഡേറ്റ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ആവശ്യമുള്ള ഡേറ്റ മാത്രം എടുത്തിട്ട് ബാക്കി ഡേറ്റാനെ ഒഴിവാക്കുന്നതാണ് ഡേറ്റ എക്സ്പ്ലോറേഷൻ ആൻഡ് പ്രിപ്പറേഷൻ. The next step is model training. When the data has been prepared for analysis, a user is likely to have an idea of what can be learned from the data.
The idea guides the selection of an appropriate algorithm. The algorithm presents the data in the form of a model. അതായത് മോഡൽ ട്രെയിനിങ് എന്ന് പറയുന്നത് ഒരു ഡേറ്റ വെൻ ഇറ്റ് ഹാസ് ബീൻ പ്രിപ്പയർഡ് ഫോർ അനാലിസിസ് ആ ഡേറ്റ എന്ന് ഒരു യൂസറിന് ഒരു ഐഡിയ ഉണ്ടാവും ആ ഡേറ്റ എന്ന് എന്താണ് ലേൺ ചെയ്യാൻ പറ്റുന്നതെന്ന്. ഈ ഐഡിയ വെച്ചിട്ട് യൂസർ ഒരു അപ്രോപ്രിയേറ്റ് അൽഗോരിതം സെലക്ട് ചെയ്യും ആൻഡ് ആ അൽഗോരിതം ആണ് ആ ഡേറ്റാനെ ഒരു മോഡലിന്റെ ഫോമിൽ റെപ്രസെന്റ് ചെയ്യുന്നത്. So the next step is model evaluation. It is important to evaluate how well the algorithm learns from its experience. The accuracy of a model is evaluated using a test data set. Model evaluation എന്ന് പറയുന്നത് ഒരു മോഡൽ എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത്, അതായത് അതിൻ്റെ സക്സസ് റേറ്റ്, അതിൻ്റെ ഫെയിലിയർ റേറ്റ്, അത് ഇവാലുവേറ്റ് ചെയ്യുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. അത് ഇവാലുവേറ്റ് ചെയ്യുന്നതാണ് മോഡൽ ഇവാലുവേഷൻ. ആ ആക്യുറസി ഇവാലുവേറ്റ് ചെയ്യുന്നത് ഒരു ടെസ്റ്റ് ഡേറ്റ സെറ്റ് വെച്ചിട്ടാണ്. And the last step is model improvement. To obtain better performance, we have to improve the model. This may require the following: use of advanced strategies, switch to a different type of model altogether, supplement your data with additional data, perform additional preparatory work. അതായത് ഓൾവേസ് മോഡൽ ഇംപ്രൂവ്മെന്റ് നല്ലതാണ്. അതായത് പ്രീവിയസ് ഇരിക്കുന്ന മോഡലിനെക്കാട്ടിലും എപ്പോഴും ബെറ്റർ പെർഫോമിംഗ് മോഡൽസിന് കൂടുതൽ വാല്യൂ ഉണ്ട്. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു സീ KNN algorithm. KNN algorithm means K nearest neighbor algorithm, and it is one of the simplest machine learning algorithms, and ഇത് ബേസ് ചെയ്തിരിക്കുന്നത് സൂപ്പർവൈസ്ഡ് ലേണിംഗ് ടെക്നിക്കിലാണ്. The KNN algorithm assumes the similarity between new case data and available data cases and puts the new case into the category that is most similar to the available category. So let's take an example. Suppose നമുക്കൊരു ഇൻപുട്ട് ഉണ്ട് ആൻഡ് നമ്മുടെ ഡേറ്റാബേസിനകത്ത് രണ്ട് വാല്യൂസ് ഉണ്ട്, അതായത് ഒരു ക്യാറ്റിന്റെ ക്യാരക്ടറിസ്റ്റിക്സും ഒരു ഡോഗിന്റെ ക്യാരക്ടറിസ്റ്റിക്സും. KNN അൽഗോരിതം എന്താ ചെയ്യുക വെച്ചാൽ ഈ ഡേറ്റാബേസിലുള്ള ക്യാരക്ടറിസ്റ്റിക്സും നമ്മുടെ ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സും മാച്ച് ചെയ്യും. അതായത് ആദ്യം ഈ ക്യാറ്റും നമ്മുടെ ഇൻപുട്ടും തമ്മിൽ മാച്ച് ചെയ്യും, പിന്നെ ഈ ഡോഗും നമ്മുടെ ഇൻപുട്ടും തമ്മിൽ മാച്ച് ചെയ്യും. ഏതിന്റെ ക്യാരക്ടറിസ്റ്റിക്സിലാണോ കൂടുതൽ മാച്ച് അതായിരിക്കും നമ്മുടെ പ്രെഡിക്റ്റഡ് ഔട്ട്പുട്ട്. So next we are going to see steps of KNN. അതായത് എങ്ങനെയാണ് KNN വർക്ക് ചെയ്യുന്നത്. അതിൽ സ്റ്റെപ്പ് 1 ആണ് സെലക്ട് ദ നമ്പർ ഓഫ് നെയ്ബേഴ്സ്, ദാറ്റ് ഈസ് K. സ്റ്റെപ്പ് 2 കാൽക്കുലേറ്റ് ദ യൂക്ലിഡിയൻ ഡിസ്റ്റൻസ് ഓഫ് K നമ്പർ ഓഫ് നെയ്ബേഴ്സ്. സ്റ്റെപ്പ് 3 ടേക്ക് ദ K നിയറസ്റ്റ് നെയ്ബേഴ്സ് ആസ് പെർ ദ കാൽക്കുലേറ്റഡ് യൂക്ലിഡിയൻ ഡിസ്റ്റൻസ്. സ്റ്റെപ്പ് 4 among the K neighbors count the number of data points in each category. Step 5 assign the new data points to the category for which the number of neighbors is maximum. And step 6 our model is ready. നമുക്ക് KNN അൽഗോരിതമിന്റെ സ്റ്റെപ്സും വർക്കിങ്ങും ഒരു എക്സാമ്പിൾ വെച്ച് നോക്കാം. അപ്പോൾ എക്സാമ്പിൾ ആണ് പെർഫോം KNN അൽഗോരിതം ഓൺ ദി ഫോളോയിങ് ഡേറ്റാ സെറ്റ് ആൻഡ് പ്രെഡിക്ട് ദ ക്ലാസ് ഫോർ X where P1 equal to 3 and P2 equal to 7. ഓൾസോ നമുക്ക് തന്നിട്ടുള്ളത് K equal to 3, അതായത് 3 നെയ്ബേഴ്സ് ആണ് നമുക്ക് കൺസിഡർ ചെയ്യേണ്ടത്. The given data is if P1 is 7 and P2 is 7 then the class is false. If P1 is 7 and P2 is 4 then the class is false. If P1 is 3 and P2 is 4 then the class is true. If P1 is 1 and P2 is 4 then the class is true. So using this data നമുക്ക് predict ചെയ്യണം if P1 is 3 and P2 is 7 എന്ത് ക്ലാസ്സിലായിരിക്കും ഇത് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതിന്റെ സ്റ്റെപ്സ് നോക്കാം. അപ്പോൾ സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് നമുക്ക് K ഡിസൈഡ് ചെയ്യണം. ആസ് യു നോ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നെ K equal to 3 തന്നിട്ടുണ്ട്. അപ്പോൾ വി നീഡ് 3 നെയ്ബേഴ്സ്. ദെൻ സെക്കൻഡ് ഈസ് കാൽക്കുലേറ്റ് ദ യൂക്ലിഡിയൻ ഡിസ്റ്റൻസ് വിത്ത് ദ ഫോർമുല. യൂക്ലിഡിയൻ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഇസ് x1 minus y1 the whole square plus x2 minus y2 the whole square plus until xn minus yn the whole square. ഇതിന്റെ കംപ്ലീറ്റ് സ്ക്വയർ റൂട്ട് ആണ് യൂക്ലിഡിയൻ ഡിസ്റ്റൻസ്, where x1 x2 is the value of which has to be found and y1 y2 are the value that are given to us. So as you can see these are the Euclidean distances. അപ്പോൾ when P1 is 7 and P2 is 7 നമ്മുടെ Euclidean distance എന്ന് പറയുന്നത് square root of 3 minus 7 the whole square plus 7 minus 7 the whole square which is 4. When P1 is 7 and P2 is 4 നമ്മുടെ Euclidean distance എന്ന് പറയുന്നത് square root of 3 minus 7 the whole square plus 7 minus 4 the whole square which is equal to 5. When P1 is 3 and P2 is 4 Euclidean distance എന്ന് പറയുന്നത് square root of
3 minus 3 the whole square plus 7 minus 4 the whole square, which is equal to 3. Then last, when P1 is 1 and P2 is 4, Euclidean distance എന്ന് പറയുന്നത് square root of 3 minus 1 the whole square plus 7 minus 4 the whole square, which comes to approximate value of 3.6. അപ്പോൾ നമുക്ക് യൂക്ലിഡിയൻ ഡിസ്റ്റൻസ് കിട്ടി. അപ്പോൾ ഇനിയും അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ഇതിന്ന് ഏറ്റവും മിനിമം ആയിട്ടുള്ള യൂക്ലിഡിയൻ ഡിസ്റ്റൻസ് എടുക്കണം. ആസ് യു നോ അവർ k ഈക്വൽ ടു 3 ആണ്. സോ 3 മിനിമം യൂക്ലിഡിയൻ ഡിസ്റ്റൻസസ് എടുക്കണം. അപ്പോൾ ഇവിടെ 3 മിനിമം യൂക്ലിഡിയൻ ഡിസ്റ്റൻസസ് എന്ന് പറയുന്നത് ഒന്ന് വന്നിട്ട് 3 ആണ്, സെക്കൻഡ് 3.6 ആൻഡ് തേർഡ് ഇസ് 4. അപ്പം ഞാനതിനെ N1, N2, N3 എന്ന് നെയിം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ N1 belongs to class true, N2 belongs to class true and N3 belongs to class false. So we have 2 true classes and 1 false class. Hence the majority goes to true. So x of P1 equal to 3 and P2 equal to 7 will belong to true class. So this is our predicted result according to KNN. I hope എല്ലാവർക്കും KNN എന്താണെന്ന് മനസ്സിലായി. Please stay tuned for further videos. Thank you.